ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ ആയി. ഫസ്റ്റ് ഇയർ വന്നപ്പോൾ മുതൽ ഞാൻ ആ ചെക്കൻ്റെ ഫാനായതാ, വിഷ്ണുവിൻ്റെ. എല്ലാ പരിപാടികൾക്കും മുമ്പിൽ നിന്ന് നോക്കിയെടുത്താനും ആർക്ക് വേണ്ടി എവിടെ നിന്നും ധൈര്യത്തോടെ സംസാരിക്കാനും ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ അക്രമങ്ങളെ കടിഞ്ഞാട്ട് നിർത്താനും എന്തിന് ഏത് പണി ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ഈ ചെറുക്കന് ആരാണ് ഇഷ്ടപ്പെടാത്തത്? ഇഷ്ടത്തേക്കാളധികം ആരാധനയായിരുന്നു. അവനെപ്പറ്റി അറിഞ്ഞാൽ പിന്നെ ബഹുമാനവും. അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടിലെ കുട്ടിയാണെങ്കിലും അവനൊരു കുടുംബത്തിൻ്റെ നെടുന്തൂണായിരുന്നു. അതായിരുന്നു ഞങ്ങൾക്കിടയിലെ ഏക അന്തരം. ഞാൻ അശ്വതി, എല്ലാവരും അച്ചു എന്ന് വിളിക്കും. എൻ്റെ പാരൻസ് വിദേശത്താണ്. മകൾക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നു. എനിക്ക് എന്ത് വേണമെങ്കിലും കിട്ടും, വിചാരിക്കേണ്ട താമസം. ഞാൻ അവർക്കൊപ്പം വിദേശത്തായിരുന്നു. പഠിച്ചതൊക്കെ അവിടെയാണ്. മുത്തശ്ശൻ മരിച്ചപ്പോൾ മുത്തശ്ശി ഒറ്റക്കായി. അതാണ് നാട്ടിലേക്ക് വന്നു ഈ ക്യാമ്പസിലെത്തിയതും. വിഷ്ണുവിനെ ആദ്യം കണ്ട അന്ന്. ഞാൻ ഒറ്റമോളായതുകൊണ്ട് എന്നെ മോനെ പോലെയാണ് അവർ വളർത്തിയത്. എല്ലാ പെൺപിള്ളേരും സ്കൂട്ടർ വാങ്ങുമ്പോൾ ഞാൻ വാങ്ങിയത് ബുള്ളറ്റായിരുന്നു. അതിൽ ഷോ കാണിച്ചാണ് കോളേജിൽ ഫസ്റ്റ് ഡേ ഞാൻ എത്തിയത്. എല്ലാവരും അമ്പരം നിൽക്കെ വിഷ്ണുവിൻ്റെ ക്ലാസ്സിലുള്ള കുറച്ച് സീനിയേഴ്സ് എന്നെ റാഗ് ചെയ്യാൻ വന്നത്. നീ ഏതാടി? ഒരുത്തിയുടെ ചോദ്യം എനിക്കത്ര പിടിച്ചില്ല. അത് ചോദിക്കാൻ നമ്മളാരാണാവോ? സീനിയേഴ്സിനോട് തർക്കുത്തരം പറയുന്നു. നീ ആരെന്നാണ് നിന്റെ വിചാരം? ഫസ്റ്റ് ഡേ തന്നെ ഇത്ര ഷോ കാണിച്ചിട്ട് വരാൻ? അതെ, നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് എനിക്ക് ചെലവിന്. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഐ നെവർ ട്രൈ ടു ഇന്റർഫിയർ ഓൺ മൈ മാറ്റേഴ്സ്. യു ഗെറ്റ് മീ? മാറിക്കടി എന്നും പറഞ്ഞ് ഞാൻ ചെത്തിപ്പൊളിച്ച് മുമ്പോട്ട് പോയതും പിന്നിൽ നിന്നൊരു ശബ്ദം, ഹലോ കൊച്ചെന്നവിടെ നിന്നേ. അതാരടാ എന്ന് പറഞ്ഞ് തിരിഞ്ഞതും മുമ്പിൽ സുമുഖനായ ഒരാറടി പൊക്കവും ഒത്ത വണ്ണവും കട്ട താടിയൊക്കെ ഇട്ടൊരു കലിപ്പൻ ചെക്കൻ. ഒറ്റ നോട്ടത്തിലെ ഫ്ലാറ്റായെങ്കിലും ഞാൻ വായ്നോട്ടം നിർത്തി കട്ടക്കലിപ്പിൽ തിരിഞ്ഞു. എന്താ? അല്ല, എവിടുന്നാ കുറ്റിയും പറിച്ചു വന്ന്? മനസ്സിലായില്ല. താൻ പെണ്ണ് തന്നെയല്ലേ? കുറച്ചൊക്കെ അടക്കതൊക്കെ വേണം, അല്ലാതെ കോലം കെട്ടി കാലത്തിന് ഇങ്ങോട്ട് എഴുന്നള്ളുന്ന് ഇന്നത്തോടെ നിർത്തിക്കോണം. മനസ്സിലായോടി? അയ്യോടി, ഈ ചേട്ടനിത് എന്തിന്റെ കേടാ? ഞാൻ എനിക്കിഷ്ടമുള്ള കോലത്തിൽ തോന്നുന്ന പോലെ വരും. എന്നെ ഭരിക്കാൻ നിൽക്കണ്ട. എന്നാ എനിക്കൊന്ന് കാണല്ലോ. അത്രക്ക് അങ്ങോട്ട് നെകളിക്കല്ലേ. നാളെ സഭ്യമായ വേഷം ധരിച്ച് കോളേജിലേക്ക് വരാൻ പറ്റിയെങ്കിൽ വന്നാൽ മതി, കേട്ടല്ലോ. ഇത്തവണ ഞാൻ മറുപടി അറിഞ്ഞില്ല. നാളെ കാണിച്ചു കൊടുക്കാമെന്ന് മനസ്സിൽ കരുതി ക്ലാസ്സിലേക്ക് കയറി. ഒരു സെറ്റ് ആമ്പിള്ളേർ എൻ്റെ കമ്പനിക്കാരായി മാറി പറഞ്ഞ നേരം കൊണ്ട്. ഉച്ച ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ കലിപ്പൻ വിഷ്ണു സംഘവും എൻ്റെ ബുള്ളറ്റിൻ്റെ മുകളിലുണ്ടായിരുന്നു. ബുള്ളറ്റ് എടുക്കാൻ തുനിഞ്ഞ് എന്നെ തടഞ്ഞുകൊണ്ട് അവൻ താക്കി തരും പോലെ പറഞ്ഞു, ഞാൻ പറഞ്ഞൊന്നും മറക്കണ്ട. മറിച്ച് അഹങ്കരിക്കാനാണെങ്കിൽ ഒതുക്കാൻ എനിക്കറിയാം. ഞാൻ തലവുലുക്കി. രാത്രി മുഴുവൻ എൻ്റെ മനസ്സിൽ നാളെ അവനിട്ടുള്ള പണി എങ്ങനെ വേണമെന്ന ചിന്തയായിരുന്നു. അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു. പിറ്റേന്നുള്ള എൻ്റെ ബുള്ളറ്റിലെ വരവ് കണ്ട് കോളേജ് മൊത്തത്തിലൊന്ന് ഞെട്ടി. കലിപ്പൻ കണ്ണുമിഴിച്ച് നിൽക്കുകയാണ്. ഞാൻ യാതൊരു നാടവുമില്ലാതെ ബുള്ളറ്റിൽ നിന്നിറങ്ങി എല്ലാവരെയും നോക്കി പല്ലുവിളിച്ചു. വിഷ്ണു എൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ഇതെന്ത് കോലാടി? ചേട്ടനല്ലേ പറഞ്ഞേ സഭ്യമായ വേഷത്തിൽ വരണമെന്ന്? എങ്ങനെയുണ്ട്? കൊള്ളാമൻ ചേട്ടാ? ഞാൻ അവനെ നോക്കി സൈറ്റ് അടിച്ചു. അവനാണെങ്കിൽ എന്നെ കൊന്നു തിന്നാനുള്ള ദേഷ്യമുണ്ട്. അവനുള്ള വാശിക്കാണ് ഞാൻ ആ കോലം കെട്ടി പോയത്. ഒരൊറ്റ മുണ്ടെടുത്ത് മുടി മുന്നിലേക്ക് കുടുമി കെട്ടി മുല്ലപ്പൂവും വെച്ച് കണ്ണൊക്കെ വലിച്ചു വാരി എഴുതി മുറുക്കാൻ ചവച്ച് ചുണ്ട് ചുവപ്പിച്ച് ആടയാഭരണവും ഇട്ടൊരു ടിപ്പിക്കൽ ഓൾഡ് തമ്പുരാട്ടി. കാലിൽ ബൂട്ട്സ് ഇട്ട് ബുള്ളറ്റിൽ വന്നിറങ്ങിയ എങ്ങനെ ഇരിക്കും? എല്ലാവരും ഒരു കെട്ടുകാഴ്ച പോലെ എന്നെ നോക്കി ഊറിച്ചിരിക്കുകയാണ്. ഞാനാണെങ്കിൽ നല്ല തൊലിക്കട്ടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഒന്നും മൈൻഡ് ചെയ്യാതെ കലിപ്പൻ്റെ മുഖത്ത് നോക്കി വശ്യമായി ചിരിച്ചു. അവൻ മസിലും പിടിച്ച് നിൽക്കവേ ഞാൻ അവനിട്ട് അടുത്ത പണിയും തോന്നും ആ ക്യാമ്പസ് മൊത്തത്തിലൊരു ഫാഷൻ പരേഡങ്ങ് നടത്തി. എടാ, ഇത് കുഴപ്പമാവെന്ന് തോന്നുന്നുണ്ട് കേട്ടാ എന്ന് വിഷ്ണുവിൻ്റെ ചങ്ക് കൂട്ടുകാരൻ അവനോട് പറയുന്നേ കേട്ടു. ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ച് അത് തന്നെ സംഭവിച്ചു. പ്രിൻസിനെ റൂമിലോട്ട് വിളിപ്പിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടെ ചെന്നു. അവനിട്ടൊരു പണി അതായിരുന്നു എൻ്റെ മനസ്സിൽ. താനിത് എന്ത് കോലത്തിലാണ് വന്നേക്കുന്നത്? താനാരാ? ഉണ്ണിയാർച്ചയോ? പോരാത്തതിനൊരു ഫാഷൻ പരേഡും. കോളേജിൻ്റെ ഡിസിപ്ലിൻ കളഞ്ഞതിന് തനിക്കെതിരെ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. സോറി മാഡം, ഞാൻ ഇന്നലെ ജീൻസ് ഇട്ട് വന്നപ്പോൾ എന്നോട് സീനിയേഴ്സ് പറഞ്ഞിട്ടാ ഇന്ന് ഇങ്ങനെ വരേണ്ടി വന്ന്. ഞാൻ കപട സങ്കടം മുഖത്ത് ഫിറ്റ് ചെയ്ത് മുതലക്കണ്ണിയിൽ ഒഴുക്കിയപ്പോൾ പ്രിൻസിയാമാരെ വിളിപ്പിച്ചു. വിഷ്ണുവിനെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി ഞാൻ പല്ലിളിച്ച് കാട്ടി. പ്രിൻസി അവർക്ക് നല്ല ഫയറിങ് കൊടുക്കുന്നുണ്ട്. ഇനിമേലും ഇത് ആവർത്തിക്കുന്ന എനിക്ക് വാണിങ്. ഇനി റാഗിങ് ഉണ്ടായാൽ പോലീസ് കേസാക്കുമെന്ന് അവരോടും പറഞ്ഞു വിട്ടു. അന്ന് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് പോവാനിറങ്ങിയ ഞാൻ അത് കണ്ട് ഞെട്ടി പണ്ടാരടങ്ങി. എൻ്റെ ദൈവമേ, ഏത് തെണ്ടി പട്ടി ചെറ്റയാണ് അവ ഇത് ചെയ്ത്? എൻ്റെ ബുള്ളറ്റിൻ്റെ ടയറിലെ കാറ്റ് കുത്തിവിട്ടേക്കുന്നു. ഈ കോലത്തിൽ ഞാനിങ്ങനെ നടന്നു പോകും. നോക്കുമ്പോൾ അവന്മാരെന്നെ കൂകി വിളിച്ചിരിക്കുന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ മരപ്പട്ടി? വിഷ്ണുവിനെ നോക്കി ഞാൻ മനസ്സിൽ പറഞ്ഞു. നീ തരത്തി പോയി കളിക്കടി എന്നവൻ്റെ മുഖത്തെ ഭാവം എന്നോടും പറഞ്ഞു. ഇതൊരു നടക്ക് പോയില്ലെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ രണ്ടും കൽപ്പിച്ച് അവൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു.
രണ്ടും കൽപ്പിച്ചുള്ള എന്റെ നിപ്പ് കണ്ടപ്പോൾ കട്ടക്കലിപ്പിൽ അവൻ എന്റെ മുമ്പിൽ വന്ന് പുച്ഛവും ചിരിച്ചു. ഇപ്പോൾ ഒരു അടി പൊട്ടുമെന്ന് വിചാരിച്ച് എല്ലാവരും ചുറ്റും കൂടി. അവനും തയ്യാറെടുത്തു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഞാൻ ചാടി അവന്റെ കാലിൽ വീണ് കരഞ്ഞ് സോറി പറഞ്ഞു. എങ്ങനെ ഞാൻ ഈ കോലത്തിൽ വീട്ടിൽ പോകും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പൊളിച്ച് അലമ്പാക്കി. അവനൊന്ന് സംശയിച്ചെങ്കിലും എന്റെ മുതലക്കണ്ണീര് കണ്ടപ്പോൾ മനസ്സറിഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ വന്നു. ഞാൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അവനാണെങ്കിൽ ഏതാടാ ഈ ഭ്രാന്തി എന്ന പോലെ നിൽക്കുമ്പോൾ ഞാൻ ഉടുത്തിരുന്ന മുണ്ട് ഊരിക്കളഞ്ഞു. അവൻ കണ്ണുപൊത്തി. അയ്യേ ചേട്ടൻ നാണിക്കാതെ, ഞാൻ തുണിയില്ലാതല്ലേ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൻ പാളി നോക്കി. ഞാൻ ചിരിച്ചുകൊണ്ട് മുടി അഴിച്ചിട്ട് ഓർണമെന്റ്സ് ഊരിക്കളഞ്ഞു. ഞാൻ അടിയിൽ ജീൻസും ടോപ്പും ഇട്ടാണ് വന്നതെന്ന് അവന് കത്തി. അവൻ്റെ അപ്പോഴത്തെ ആ നിപ്പുണ്ടല്ലോ, മുഖത്ത് തൊട്ട് ആ ചോര പൊടി. ഞാൻ വെറും പൊട്ടിയാണെന്ന് കരുതിയ ചേട്ടാ. ഞാനിതൊക്കെ മാനത്തേണ്ടിട്ട് തന്നെ ഇങ്ങോട്ട് വന്ന് എൻ്റെ വണ്ടിയുടെ കാറ്റും കുത്തിയിട്ട് എന്നെ ഉണ്ണിയാർച്ച കോളത്തിൽ ബസ്സിൽ വിടുന്നൊക്കെ മനക്കോട്ട കിട്ടിയല്ലേ പാവം. ചീറ്റിപ്പോയി. നീ എന്നോട് കളിക്കാനായിട്ടില്ലടാ. അവൻ്റെ മുഖം ചുവന്നു വരുന്നുണ്ട്. ഒന്നും മിണ്ടാ പോവാൻ തുനിഞ്ഞു. ഞാൻ രണ്ട് കൈയും കൊട്ടി. ചേട്ടാ എന്താ ഇത്ര ധൃതി? ഒന്നവിടെ നിൽക്കണം. അങ്ങനെയൊക്കെ പോയാലോ? എൻ്റെ വണ്ടിയുടെ കാറ്റ് കുത്തിയിട്ട് എനിക്ക് ശരിയാക്കി കിട്ടണം. മനസ്സില്ല എന്ന് പറഞ്ഞ അവൻ്റെ ബൈക്കിൽ കയറിയത്. എന്നാ പിന്നെ എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പുറകെ ചെന്ന് കയറിയത് ഒപ്പായിരുന്നു. ഇറങ്ങടി എന്നവൻ അലറി. ഞാനൊരു ഭാവമാറ്റമില്ലാതെ അതിലിരുന്നു. നിവർത്തിയില്ലാതെ അവൻ വണ്ടിയെടുത്തോ. ഞാൻ ഗൂഢമായെന്ന് ചിരിച്ചു. കണ്ണാടിയിലൂടെ അവനെ നോക്കി. അവൻ്റെ മുഖത്തൊരു കുട്ടി പിശാചിൻ്റെ ഭാവം. അതെന്നെ ഒന്ന് അമ്പരിപ്പിച്ചെങ്കിലും പുറത്തു കാട്ടാൻ ഞാൻ ഇരുന്നു. അവൻ എന്നോടൊന്നും സംസാരിച്ചില്ല. ഞാൻ വീട്ടിലോട്ടുള്ള വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ വേറൊരു വഴിക്കാണ് അവൻ എന്നെയും കൊണ്ട് പോയത്. താൻ എന്നെ ഇങ്ങോട്ടാ കൊണ്ടുവന്ന്? മറുപടിയില്ല. അത്രക്കായോ? മര്യാദക്ക് പറയുന്നുണ്ടോ അതോ? എവിടെ? കലിപ്പം വായ നിൽക്കുന്നില്ല. എനിക്കങ്ങ് അറഞ്ചം പുറഞ്ചം പൊളിഞ്ഞങ്ങ് കയറി. ഞാൻ അവന് പിന്നിൽ നിന്ന് വാരിയങ്ങ് പുളർന്നു. അതേറ്റു. ഏയ് എന്താണ് നീ കാണിക്കുന്നത് ശവമേ? കൺട്രോൾ വിട്ട വണ്ടി നേരെയായിക്കൊണ്ട് എന്നെ നേരെ ചാടി. ആ അപ്പൊ വായിൽ നാക്കുണ്ടല്ലേ? മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരുന്നില്ലെങ്കിൽ നിന്നെ ഉരുട്ടി താഴിട്ട് ഞാൻ കൊല്ലും. എനിക്ക് ചിരി വന്നു. എന്നെ ഇങ്ങോട്ടാ കൊണ്ടുപോകുന്നത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇതിലും വലുത് ചെയ്യും. നിന്നെ പീഡിപ്പിക്കാൻ എന്നും പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചു. എൻ്റെ ചേട്ടാ, ചേട്ടൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായോ? എന്തായാലും എനിക്ക് സന്തോഷമായി. വേഗം പോവാ. എനിക്ക് ചേട്ടൻ്റെ കൂടെ പീഡനത്തിന് നിന്നേരാൻ കൊതിയാവുക. അതും കൂടി കേട്ടപ്പോൾ അവന് പൂർത്തിയായി. കണ്ണാടിയിൽ കൂടി എന്നെ രൂക്ഷമായി നോക്കിയിട്ട് നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങി. പാവം, എന്നെ പേടിപ്പിക്കാനാണ് ചെയ്തെങ്കിലും ഞാൻ വാവ് കൂൾ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്തങ്ങ് ഇരുന്നു. ഒരു മനുഷ്യരുമില്ലാത്തൊരു കാട് പിടിച്ച വഴിയിലോട്ടാണ് അവൻ ആ വണ്ടി ഓടിച്ച് കയറ്റിയത്. അവിടെ എത്തിയപ്പോഴേക്ക് ഇരുട്ട് പരന്നു തുടങ്ങിയിരുന്നു. ഈ പരട്ട് എന്തിനാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? ഇനി ശരിക്കും പീഡിപ്പിക്കാനായിരിക്കുമോ? ഏയ് എന്തായാലും എന്തോ പണി മണക്കുന്നുണ്ട്. അവൻ വണ്ടി നിർത്തി ഇറങ്ങി. മുന്നോട്ടിടുന്ന സമയത്ത് ഞാനൊരു സാധനം കൈക്കലാക്കി. കുറച്ച് ദൂരം നടന്നിട്ട് അവനും നിന്നു. തിരിഞ്ഞു എന്നെ രൂക്ഷമായി നോക്കി. നീ എന്ത് കരുതിയടി? ഞാൻ നിന്റെ വണ്ടിയുടെ കാറ്റ് കുത്തിവിട്ട് നീ ആ കോലത്തിൽ ബസ്സിന് വീട്ടിൽ പോകുന്ന കാണാനാണെന്നോ? നിന്നെ ഇതുപോലെ എനിക്കൊന്ന് ഒറ്റ കിട്ടാൻ ഞാൻ ഒരിക്കൽ ട്രാപ്പായിരുന്നടി. അത് നിന്റെ ഓവർ സ്മാർട്ട്നസും തൻ്റെ ഒക്കെ എവിടെ പോയിടി? ആണുങ്ങളോട് കളിച്ചാ എങ്ങനെയിരിക്കും എനിക്ക് ഞാൻ കാണിച്ചു തരാടി. ചുറ്റും വന്ന് കണ്ണോടിച്ച് അവൻ എൻ്റെ നേരെ വന്നു. ഞാൻ പതിയെ പിന്നോട്ട് മാറി. അവൻ അടുത്തടുത്ത് വന്നു. അവൻ്റെ നോട്ടം കണ്ടപ്പോൾ ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ച് നിൽക്കുകയാണ്. അവൻ കൂടുതൽ കൂടുതൽ അടുത്തേക്ക് വരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു നൂലിൻ്റെ ഗ്യാപ്പ് പോലുമില്ല. ചുറ്റിനും ആരുമില്ല. വിജനമായ സ്ഥലം. പെട്ടെന്ന് അവനെന്നെ കടന്നു പിടിച്ചു. ഞാൻ കുതറി ഓടാൻ നോക്കി. രക്ഷയില്ല. അവനെന്നെ ബലമായി അവനിലേക്ക് അടുപ്പിക്കാൻ നോക്കുന്നു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഫുൾ ശക്തിയെടുത്ത് ഓടാൻ നോക്കുമ്പോൾ ഡേ എന്നാ വിളിച്ചത് ഞാൻ ഞെട്ടി കണ്ണുറന്നു. അയ്യേ, അപ്പൊ ഇതൊക്കെ വെറും സ്വപ്നമായിരുന്നോ? ഉള്ളിലുണ്ടായ ഭയം ഞാൻ പുറത്ത് കാണിച്ചില്ല. അവൻ എന്നെ നോക്കി ഇളിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്താടി മിഴിച്ചു നിൽക്കുന്നത്? ഓ, എന്റെ മോള് പേടിച്ചു പോയോ? ചേട്ടനൊന്നും ചെയ്യില്ല കേട്ടോ. അയ്യേ, ഈ ചേട്ടനെന്ത് ബോറനാ. ഞാനൊരു ലിപ് ലോക്കെങ്കിലും പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞ് കുലുങ്ങി ചിരിച്ചു ഞാൻ. എന്നെ ഇരുത്താൻ നോക്കി അവൻ എൻ്റെ മറുപടി കേട്ടൊന്ന് ഞെട്ടിയോ. നീ എവിടെ നിന്ന് കുരുത്താടി കുരുപ്പ്? നിന്റെ അഹങ്കാരം ഞാൻ ശരിയാക്കി തരാടി. നീ എന്ത് കരുതി? നിന്നെ ഞാൻ ഉമ്മോക്കാൻ കൊണ്ടുവന്നാണെന്നോ? ഞാൻ തിരിച്ചു പോ ഒറ്റയ്ക്ക്. നിനക്ക് ആണുങ്ങളെക്കാൾ തൻ്റെ ഇടമല്ലേ? ഇന്ന് നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്ക്. ഗുഡ് ബൈ. ചേട്ടൻ പോണേണോ? അതെ. ഒറ്റക്കോ? യെസ്. ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടാവോ? നിന്നെ പോലത്തെ ജന്തുക്കളൊന്നും കാണില്ല. ഉണ്ടെങ്കിലും നിന്നെ കണ്ട് പേടിച്ച് ഓടിക്കോളും. ഞാനൊന്നും ഇടാതെ താഴെയിരുന്നു. തലകുനിച്ചിരിക്കുന്ന കണ്ടപ്പോൾ സിംബ തോന്നിക്കാണും. അതിപ്പോൾ മാറിക്കോളും. അവൻ ബൈക്കിനടുത്തേക്ക് പോയപ്പോൾ ഞാൻ പതുക്കെ അവിടുന്ന് മുങ്ങി. എന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ട് മുങ്ങാമെന്ന് വിചാരിച്ച് മണ്ട. ഞാൻ ആ മരത്തിന്റെ പിന്നിൽ ഒളിച്ചു നിന്നു. ദാണ്ടെ പോയതിൽ സ്പീഡ് ദേഷ്യം കൊണ്ട് ഓടി വരുന്നു. എടേ! ഞാൻ ഒളിച്ചിന്ന് വാപതി ചിരിച്ചു.
അവരെന്നെ തപ്പി മുന്നോട്ട് പോയത് ഞാൻ ഒച്ചയുണ്ടാക്കാതെ പമ്മി പമ്മി അവൻ്റെ ബൈക്കിനടുത്തേക്ക് പോയി. ബൈക്ക് സ്റ്റാർട്ടായ ഒച്ച കേട്ടപ്പോൾ വിഷ്ണു തിരിച്ചുകൂടി വന്നു. ഞാൻ അതിലിരുന്ന് ആർത്തി ചിരിച്ചു. ദേഷ്യത്തോടെ ചീറിപ്പാഞ്ഞു വന്ന അവനെ ഞാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് നിർത്തി. അവൻ്റെ മുഖത്ത് കോപം ജ്വലിച്ച് നിൽക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കൂട്ടം കൈക്കലാക്കിന്ന്, അതവൻ്റെ ബൈക്കിൻ്റെ കീ ആയിരുന്നു കേട്ടോ. നീ എന്നെ പറ്റിച്ചല്ലേ? ദേഷ്യം കൊണ്ട് അവൻ നിന്ന് തുള്ളണേണ്. എന്തോ എങ്ങനെ? എൻ്റെ ബുള്ളറ്റിൻ്റെ കാറ്റും കുത്തിയിട്ട് വീട്ടിലാക്കി തരാൻ ഈ കാട്ടിലിട്ട് തനി വിട്ടിട്ട് പോകാൻ നോക്കിയൊന്നും പോരാതെ ഞാൻ പറ്റിച്ചെന്നോ? എനിക്ക് നിങ്ങളെ നല്ല സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കീയെടുത്ത്. എന്നിട്ട് ഞാനിവിടെ നിൽക്കുന്നേ ചെറ്റത്തരം കാണിച്ചെന്ന് പറയരുതല്ലോ എന്ന് ഓർത്തിട്ടാ. വേണമെങ്കിൽ കൂടെ കയറിക്കോ, ഞാൻ വീട്ടിലെത്തിയിട്ട് വണ്ടി തരാം. നിന്റെ പുറകെ കയറാനോ? അതിന് ഈ വിഷ്ണു വേറെ ജനിക്കണം, എൻ്റെ പട്ടി കയറും. ചേട്ടൻ തന്നെ കയറണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. പിന്നെ പുതിയൊരു വിഷ്ണു ജനിച്ച് ഈ പരുവത്തിലാവണമെങ്കിൽ ഒരുപാട് സമയം എടുക്കില്ലേ? അതുകൊണ്ട് ആ പട്ടിയെ പറഞ്ഞു വിടും, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു കാട്ടി. തിരിച്ചൊന്നും പറഞ്ഞില്ല. മൂപ്പരുടെ ദേഷ്യം കുറയുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി വിളിച്ചു. വരുന്നുണ്ടോ അതോ ഇവിടെ തന്നെ കിടക്കുവാണോ? ഞാൻ ഓടിക്കാം. എനിക്ക് വിശ്വാസമല്ല, ഞാൻ വീടത്ത് വരെ ഞാൻ ഓടിക്കും. പന്തി ഇപ്പം എൻ്റെ കോർട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ പുരികം പൊക്കി ഗോഷ്ടി കാട്ടി. വേറെ വഴിയില്ലാത്തതുകൊണ്ട് പിറുവിറുത്തുകൊണ്ട് വന്ന് കയറി. ഞാൻ ഞെളിഞ്ഞിരുന്ന് വണ്ടി ഓടിച്ചു. കലിപ്പൻ ചേട്ടൻ്റെ ഒച്ചയാനക്കൊന്നുമില്ല. അതേ എന്താ അവിടെ ഉണ്ടല്ലേ? ഞാൻ വല്ല വഴിയിൽ വീണുപോയെന്ന് എഴുതി. ചെരക്കാ നേരെ നോക്കിയത് ഓടിക്കടി. എടാ കലിപ്പ, എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ മരങ്ങോടാ. ആത്മകഥം കുറച്ച് ഉച്ചത്തിലായി പോയോ? നീ വല്ലതും പറഞ്ഞോ? ഉവ്വ, ചേട്ടൻ ഞങ്ങൾ പ്രേമിച്ചാലോന്ന് പറഞ്ഞ. റെസ്പോൺസ് ഇല്ല. ഇതെന്ത് പറ്റിയതാവോ? അങ്ങനെ എൻ്റെ വീടെത്തി. പുള്ളി ചാടി ഇറങ്ങി. ഞാനും ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ ഇടുപ്പിൽ ചേർത്ത് പിടിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ചേട്ടൻ പോട്ടെ പൊന്നെ എന്ന് പറഞ്ഞ് നെറ്റിൽ അമർത്തിയും ചുംബിച്ചു. വാട്ട്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഞെട്ടി വാ പൊളിച്ചെന്നപ്പോൾ ചൂടോടെ ചുണ്ടിൽ നിന്നൊരു കിസ്. ഞാൻ ഞെട്ടിത്തരിച്ച് ശ്വാസം എടുക്കാതെ ധൃതംഗ പുളകിതയായി നിൽക്കുവാണ്. എൻ്റെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്ന് ഡിസ്കോ ഡാൻസ് കളിക്കുന്നു. എന്നെ നോക്കി കണ്ണിറുക്കി കാണിച്ച് കവിളിൽ തലോടിക്കൊണ്ട് വണ്ടിയെടുത്ത് ഒരൊറ്റ പോക്ക്. എന്തപ്പോ സംഭവിച്ചേ? സ്വപ്നം കണ്ടതായിരിക്കും. അധികം ആലോചിക്കേണ്ടി വന്നില്ല. കണ്ണടച്ച് കിട്ടിയ അടിയിൽ ബോധം പോയി. ഈശ്വര, ഇതൊന്നും എൻ്റെ ചുറ്റും പറക്കുന്നേ. മിന്നാമിനിങ്ങോ? ഒന്ന് ചിറ്റിത്തിരിഞ്ഞു മുന്നിൽ അച്ഛൻ. ഇതപ്പോ ദുബായിൽ നിന്ന് ലാൻഡ് ചെയ്തു. അപ്പൊ കണ്ണീന്ന് പൊന്നീച്ച പറന്നതായിരുന്നല്ലേ? ഇവിടെ വന്നപ്പോഴേ ഉമ്മറത്തുനിന്ന് അച്ഛനെ അവൻ കണ്ടിട്ടുണ്ട്. അതെ, അത് തന്നെ. ആ തെണ്ടി എൻ്റെ അച്ഛനെ കണ്ടിട്ട് എനിക്ക് പണിയിടാൻ വേണ്ടി മനഃപൂർവ്വം കിസ്സടിച്ചതാ. മരപ്പൊട്ടി. ഞാൻ അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു. അച്ഛാ, വെണ്ടി പോരുത് നീ. നിന്നെ ഇവിടെ ആക്കിയിട്ട് പോകുമ്പോ നീ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കരുതിയില്ല. ആരാടി ആ പോയവൻ? അതെന്റെ കോളേജിലെ സീനിയറാ. അതുവരെയുള്ള കഥ മുഴുവൻ ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ചോടാ, അച്ഛൻ കാര്യം അറിയാതെ അച്ഛൻ്റെ അച്ഛനെ തല്ലിയല്ലോ. പോ അച്ഛ, അവനെ ഞാൻ ശരിയാക്കും. അച്ഛൻ ഇടപെടണ മോളെ. നോ, ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്. ഹി വിൽ പേ ഫോർ ദിസ് എൻഡ്. അന്ന് ഉറങ്ങാൻ നോക്കിയിട്ട് നോ രക്ഷ. തിരിഞ്ഞും മറിഞ്ഞും തല കുത്തിയൊക്കെ നോക്കി. നടപടിക്കാവുന്നില്ല. വീണ്ടും വീണ്ടും അത് തന്നെ ഓർമ്മ വരുന്നു. അടിവയറ്റിലൊരു മഞ്ഞ് പെയ്യുന്ന പോലെ. എനിക്കിത് എന്തു പറ്റി? അതൊരു ദിവസം കൊണ്ട്? ഏയ് അല്ല, ഇതൊന്നല്ല. എൻ്റെ അച്ഛനെ കൊണ്ട് എനിക്കിട്ട് പൊട്ടിക്കാൻ മനഃപൂർവ്വം നമ്പറിട്ടത് ആ പട്ടി. നിനക്കെന്നെ ശരിക്കും അറിയില്ല മോനെ. നിന്നെ ഭിത്തിയിൽ തേച്ച് ഒട്ടിച്ചില്ലെങ്കിൽ എൻ്റെ പേര് നിന്റെ പട്ടി കിട്ടോ. കോഴി കൂവിയപ്പോഴാണ് ഞാൻ ഉറങ്ങിയത്. കോളേജിൽ പോകാൻ മുത്തശ്ശി അച്ഛനും മാറി മാറി വിളിച്ച് തോറ്റു പിന്മാറി. അന്ന് ഞാൻ കോളേജിൽ പോയില്ല. ഓർക്കമണീറ്റപ്പോൾ അന്ന് കോളേജിൽ പോകാൻ പറ്റാത്തതിൽ കടുത്ത നിരാശ തോന്നി. അവനിപ്പോൾ ജയിച്ചെന്ന് കരുതുന്നുണ്ടാവും. അവന് ഉമ്മ വെച്ചപ്പോൾ ഞാൻ തോറ്റെന്ന് വിചാരിച്ച് സന്തോഷിച്ച് നടക്കണായിരിക്കും തെണ്ടി. ഇനിയാണ് നീ അച്ചുവാനാണെന്ന് അറിയാൻ പോകുന്നത്. വൈകിട്ട് അച്ഛൻ്റെ ബുള്ളറ്റ് ശരിയാക്കി വീട്ടിലെത്തിച്ചിരുന്നു. പിറ്റേന്ന് ഞാൻ കോളേജിൽ പോകാൻ എണീറ്റു. അവനിട്ടൊരു പണി, അത് മാത്രമാണ് ഇപ്പം എൻ്റെ ലക്ഷ്യം. ഞാനൊന്ന് മൊത്തത്തിലൊന്ന് മാറാൻ തീരുമാനിച്ചു. ഒന്ന് ഒരുങ്ങി കിട്ടിയേക്കാം. ഒരു പിങ്ക് ചുരിദാറിട്ട് കണ്ണെഴുതി പൊട്ടുതൊട്ട് കുറച്ച് നാണൊക്കെ വരുത്തി അച്ഛൻ്റെ മുമ്പിലെത്തി. എന്നെ കണ്ടത് അച്ഛൻ ഇരുന്നിടത്തുനിന്ന് എണീറ്റ് അടിമുടിയെന്ന് നോക്കി. നീ ഏതാടി? എൻ്റെ മോനെന്തേ? അച്ചു, അച്ചു, അച്ഛാ. മതി കളിയാക്കിയത്. ഞാൻ മോനാണോ മോളാണെന്ന് ഇപ്പം എനിക്കും സംശയമായി. അച്ഛൻ എന്നെ നോക്കി ചിരിച്ച് മണ്ണ് കപ്പി. എന്നാലും എൻ്റെ മോളെ, ഒരു ചക്കര ഉമ്മ വെച്ചപ്പോഴേക്കും നീ ഇങ്ങനെ മാറിപ്പോയല്ലോടി. ഇതറിഞ്ഞെങ്കിൽ പണ്ടേ ഞാൻ നിന്റെ നാട്ടിലാക്കിയേനെ. ഓഞ്ഞ കോമഡി പറഞ്ഞുള്ള ചിരി കണ്ടപ്പം ഒരു കുത്തെടുക്കാൻ തോന്നി. അച്ഛനായി പോയി, അല്ലെങ്കിലുണ്ടല്ലോ. ചുണ്ടുകൂട്ടി ഞാൻ ഇറങ്ങി നടന്നു. ബുള്ളറ്റിന് തൽക്കാലം റെസ്റ്റ്. ഇന്ന് മുതൽ എന്നെ മാറ്റം കണ്ടവനെ ഞെട്ടണം. പതിയെ അവനെ വളക്കണം. എന്നിട്ട് ഒടിച്ച് മടക്കി ചുരുട്ടി കൂട്ടി എറിയണം. അങ്ങനെ പല പല പദ്ധതികൾ ഇട്ടുകൊണ്ട് നടന്നു. ഒരിടവഴി തിരിഞ്ഞു. ദേ വരുന്നടാ കാട്ടുമക്ക. ഈ തെണ്ടിയത് എവിടെ? ഓ, ആ കിസ്സടി ഓർത്ത് ഇവനെ കൊണ്ട് ഞാൻ നാണിക്കുന്ന കരുതിയ ജാടയിട്ടേക്കാം. എന്നെ കണ്ടപ്പോൾ മുഖത്തുണ്ടായ ആ കള്ളച്ചിരി ഞാൻ ദൂരെ നിന്നേ കണ്ടു.
ഇനി ഇവന്റെ മനസ്സിൽ എന്റെ പ്ലാൻ തിരിച്ചെനിക്കിട്ട് പണിയാനാണോ? പറയാൻ പറ്റില്ല. അവൻ മോശക്കാരനൊന്നല്ലല്ലോ. അവൻ അടുത്തെത്തിയപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാൻ നടന്ന് അവൻ ഇങ്ങോട്ട് കയറി മിണ്ടി. എക്സ്ക്യൂസ് മീ. യെസ്. ഈ അശ്വതിയുടെ വീട് അറിയാമോ? ഏടാ, ഇവൻ എന്നെ മനഃപൂർവ്വം കളിയാക്കി ഇറങ്ങി തിരിച്ചാണല്ലേ? അയ്യോ സോറി, അറിയില്ലല്ലോ. ആ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കണ്ടാ പെണ്ണാണെന്ന് പറയില്ല ചേച്ചി. ചേച്ചിയോ? എടാ ഡാഷ് ഡാഷ് മോനെ. ഞാൻ തറപ്പിച്ചവൻ നോക്കിയപ്പോൾ കുസൃതിയോടെ വീണ്ടും ഒരു ബുള്ളറ്റും കൊണ്ട് കിടക്കുന്ന. ആ മനസ്സിലായി, ആ കൊച്ചി കഴിഞ്ഞ ദിവസം കടലിൽ ചാടി ചത്തു. അയ്യോ എന്തിന്? ഏതോ ഒരു പെണ്ണുപിടി അതിനെ കയറി ഉമ്മ വെച്ചെന്ന്. ഞാൻ അതും പറഞ്ഞ് ചിരിയടക്കാൻ വായുകുത്തി പിടിച്ചു. അയ്യോ ഉമ്മ വെച്ചെന്നോ? എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും പറ്റിയോ? അവനെ ഒന്ന് ചൊറിഞ്ഞപ്പോൾ നല്ല പോലെ എന്നെ ഒന്ന് മാതി തന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതെ, തനിക്കിപ്പോൾ എന്താ വേണ്ടേ? നിന്നെ തരുമോ? ചേറ്റ. എനിക്ക് ചൊറിഞ്ഞു വന്നു. ഞാൻ മിണ്ടാ മുന്നോട്ട് നീങ്ങിയതും അവൻ എന്നോട് ഉറക്കി വിളിച്ചു കൂവി. എടി ഉണ്ണിയാർച്ചേ, നിന്നെനിക്ക് ഇഷ്ടമാ. മറ്റുള്ള പെമ്പിളേരെ പോലല്ല നീ. നിനക്കൊരു എല്ല് കൂടുതലുണ്ട്. നിന്നെ ഞാൻ കെട്ടും. താൻ ഞൊട്ടും. പുതിയ നമ്പർ കൊണ്ട് വന്നേക്കുവാ. താൻ പറഞ്ഞില്ലേ താൻ ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടെന്ന്. അവരെ പോലെയല്ല ഞാനെന്ന്. അത് സത്യ. എനിക്ക് ഒരല്ലല്ല, ഒരു 10 എണ്ണെങ്കിലും കൂടുതൽ കാണും. പിന്നെ തനിക്ക് എന്നെ പ്രേമിക്കാൻ പറ്റില്ലടോ. എന്താണെന്നറിയോ? നേരത്തെ താൻ പറഞ്ഞില്ലേ കണ്ടാൽ പെണ്ണാണെന്ന് പറയില്ലെന്ന്. യെസ്, യു ആർ റൈറ്റ്. ഐ എം നോട്ട് എ ഗേൾ. എന്ത്? അവൻ പകച്ച് പണ്ടാരടങ്ങി നിൽക്കണേണ്. എനിക്കറിയാം, നിങ്ങളും പകച്ചു പോയല്ലേ. അതേടാ, ഐ എം നോട്ട് എ ഗേൾ, ഐ എം എ ട്രാൻസ്ജെൻഡർ. അവനൊന്നും മിണ്ടുന്നില്ല. ഈശ്വര, നിന്ന നിൽപ്പിൽ തട്ടിപ്പോയോ? പേടിക്കേണ്ട പിള്ളേർ, ഞാനത് അവനിട്ടൊന്ന് വെച്ചതാ. എൻ്റെ മുമ്പിലുള്ള ഷൈനിങ് ഞാനിന്ന് അവസാനിപ്പിച്ച് കൊടുക്കാം. ഞാൻ മുരടനക്കി. അവൻ എന്നെ നോക്കിയപ്പോൾ ഞാൻ വീണ്ടും കഥയിറക്കി. വിഷ്ണു, എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് നേർച്ച നേർന്നിട്ടാണ് ഞാൻ ഉണ്ടായത്. ഇങ്ങനൊരു കാര്യം നമ്മുടെ സമൂഹം അംഗീകരിച്ചില്ലെങ്കിലെന്ന് ഓർത്താ ഞങ്ങൾ ദുബായിൽ സെറ്റിലായത്. അവൻ എന്നെ വിശ്വസിക്കുന്നുണ്ടെന്നറിയാൻ ഞാൻ ഇടം കണ്ടിട്ട് നോക്കി. ആഹാ, ഏക്കുന്നുണ്ട്. ഇതറിഞ്ഞിട്ടും തനിക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റുമോടാ? താൻ പറ. അച്ചു, എനിക്കറിയാടോ, തനിക്കിതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. തനിക്കെന്നല്ല ആർക്കും. സാരമില്ല, ഞാൻ പോട്ടെ. തിരിഞ്ഞിന്നപ്പോൾ എൻ്റെ അളിയ സന്തോഷം കൊണ്ട് എനിക്ക് തുള്ളിച്ചാടാൻ തോന്നി. ഞാൻ 2 അടി മുന്നോട്ട് വെച്ചു. അവൻ അച്ചുവെന്ന് വിളിച്ചു. സന്തോഷം മറച്ചു വെച്ച് ഞാൻ തിരിഞ്ഞിന്നപ്പോൾ ഓടിയൻ്റെ അടുത്തേക്ക് വരുന്നു. ദൈവമേ, ഫിലിമിലൊക്കെ കാണുമ്പോൾ ഇനി എന്നെ കെട്ടിപ്പിടിക്കാനായിരിക്കും. വേദന കൊണ്ട് പൊളഞ്ഞപ്പോഴാണ് സിനിമയൊന്നല്ലെന്ന് മനസ്സിലായി. എടാ പൊണ്ടരക്കാലം വീട്ടടാ. എൻ്റെ 2 ചെവിയും പിടിച്ച് തിരിക്കുന്ന അവനോട് ഞാൻ അലറി. ഞാൻ 2 കൈയും കൊണ്ട് തുള്ളാനാഞ്ഞതും അവനത് പിടിച്ച് തിരിച്ച്. അടങ്ങി നിൽക്കടി, നീ പെണ്ണല്ലെന്നല്ലേ? എന്നാ ഞാനത് നോക്കട്ടെ. അയ്യേ വിഷ്ണു, വേണ്ട വീട്ട്. അയ്യേ, ഞാൻ പെണ്ണാ. എന്താ പറഞ്ഞേ? പെണ്ണാണെന്ന്. ഒന്നുകൂടി. ഞാൻ പെണ്ണാണേ. ഹോ. അവനെൻ്റെ കയ്യിൽ നിന്ന് വിട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എനിക്കത് കണ്ടപ്പോൾ ഭ്രാന്ത് കയറി. നിർത്തണം, കുറെ നേരായി. അത് ചിരിച്ചു. അവൻ ചിരിർത്തി എന്നെ തന്നെ നോക്കി നിൽക്കാൻ തുടങ്ങി. താനെന്താണോ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നിനക്ക് മീശയുണ്ടോന്ന്? ചാളി. താനെന്തിനാ വന്നപ്പോൾ തൊട്ട് എന്നെ പുറകെയായിരുന്നു ഉപദ്രവിക്കുന്നത്? കോളേജിൽ എന്തോരം പെൺപിള്ളേരുണ്ട്. തനിക്കാണെങ്കിൽ നല്ല ഇമേജ് ആണല്ലോ, പിന്നെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതെനിക്കറിയില്ല, പക്ഷേ നിന്നോട് എന്തോ എനിക്കൊരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നു. അവനത് പറഞ്ഞപ്പോൾ എനിക്കും തോന്നിയത് അവനോട് തല്ലുകൂടാനായാലും ആ സാമീപ്യം അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അവൻ തുടർന്നു. ഒരാളാണെന്നുള്ള അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. ആദ്യം ഞാൻ നിന്നെ ഒതുക്കാൻ നോക്കിയതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഒന്നിൻ്റെയും മുമ്പിൽ തോറ്റെടുക്കാതെ നിന്റെ ആ മനസ്സ്, ആ ധൈര്യം, അതൊക്കെ ആദ്യമായിട്ട് ഞാനൊരു പെണ്ണിൽ കാണുന്നത്. നിന്നെ കയറി ഉമ്മ വെച്ച പോലും നിന്നെ തോൽപ്പിക്കാനാണ്. പക്ഷെ തോറ്റുപോയത് ഞാനടി. പുതിയ നമ്പരാണോ? അല്ല, സത്യം. നിന്നെനിക്ക് വിട്ടുകളയാൻ പറ്റില്ല. നിനക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ല. ഒന്നും. നിന്നോട് എനിക്കൊരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അതെനിക്ക് നിന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ശരി, വേണ്ട. നിന്റെ നല്ലൊരു സുഹൃത്തായിട്ട് എന്നെ കണ്ടുകൂടെ? ഞാൻ ശ്രമിക്കാം വിഷ്ണു. ഇത്രയും നേരം അച്ഛൻ നിങ്ങളോട് കഥ പറഞ്ഞില്ലേ? ഇനി പറയാൻ പോകുന്നത് ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഷ്ണു. അവളുടെ കഥകളിൽ ഞാനൊരു വില്ലനും നായകനൊക്കെയായിരുന്നു നിങ്ങൾക്ക് തോന്നിക്കാണല്ലേ? ഒരുപക്ഷെ അവൾക്ക് പണിയെടുക്കാൻ വേണ്ടി ഞാൻ അവളോട് ഇഷ്ടമാണെന്ന് കള്ളം പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നും. അച്ഛൻ നിങ്ങളോട് ഞങ്ങൾ കണ്ടുമുട്ടിയതൊക്കെ പറഞ്ഞല്ലോ. ഒരുപക്ഷെ അവൾ എന്നെ ആദ്യം കണ്ടത് കോളേജിൽ വെച്ചായിരിക്കും. എന്നാൽ ഞാൻ അവളെ നെഞ്ചിലേറ്റാൻ തുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞു. നിങ്ങൾ കരുതുന്ന പോലെ തികച്ച അവിചാരിതമായി കണ്ടുമുട്ടി വഴക്കിട്ട് തുടങ്ങി പ്രേമം പൂവിടുന്നൊരു കഥയില്ല ഞങ്ങളുടെ. അശ്വതിയെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഒരു മെന്റൽ അസൈലത്തിൽ വെച്ചാണ്. അച്ചു എനിക്ക് എല്ലാ പെൺകുട്ടികളെയും പോലെ ആയിരുന്നില്ല. ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. അവൾ പോലും അറിയാതെ ഞാൻ അവളെ പിന്തുടർന്നിരുന്നു. ആരോടും മിണ്ടാതെ, ഒരിറ്റ് കണ്ണുനീർ കളയാതെ, യാതൊരു വികാരവുമില്ലാതെ മരിച്ച് ജീവിക്കുന്ന അവൾ എൻ്റെ ഹൃദയത്തിൽ നോവ് പരത്തുന്നത് ഞാൻ അറിഞ്ഞു. ഒരു നാൾ അസുഖം ഭേദമായി അവൾ അവിടെ നിന്ന് ദുബായിലേക്ക് പോകുമ്പോൾ
അവളുടെ പഴയ ജീവിതത്തിലേക്കും ഒപ്പം എൻ്റെ ലൈഫിലേക്കും കൂട്ടണമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. മൂടൽ മഞ്ഞിൽ പൊതിഞ്ഞ പ്രഭാതത്തിലെ പൊൻകിരണങ്ങൾ പൊട്ടിവിടരുന്ന മൂന്നാറിലെ മലനിരകൾ, ഇരുവശങ്ങളിലായി ഓറഞ്ച് മരങ്ങൾ, അങ്ങിങ്ങായി നിൽക്കുന്ന തേയിലത്തോട്ടത്തിനിടയിലുള്ള വഴിയിലൂടെ 10 പേരടങ്ങുന്ന ഒരു സംഘം ചെറുപ്പക്കാർ ബുള്ളറ്റിൽ കടന്നു വരുന്നു. അവർ റോയൽ റൈഡേഴ്സ് ടീം. ടോപ്പ് സ്റ്റേഷനിൽ വണ്ടികൾ നിന്നു. മുന്നിൽ നിന്ന് ഹെൽമെറ്റ് മാറ്റി തലകുടഞ്ഞവൻ ചാടി ഇറങ്ങി. "This vibe is so awesome, man." അവൻ ഉച്ചത്തിൽ അലറി. "It is so heavenly." ഉയരമുള്ളൊരു പാറപ്പുറത്തേക്ക് ചാടിക്കയറി ഉച്ചത്തിൽ വിളിച്ചു കൂവി. ആ താഴ്വാരമാകെ അവന്റെ ശബ്ദം അലയടിച്ചു. അവൻ ഗൗതം കൃഷ്ണമേനോൻ, റോയൽ റൈഡേഴ്സിന്റെ ചങ്ക് ലീഡർ. ആളൊരു ഫ്രീക്ക കേട്ടോ. സ്വന്തം സ്വപ്നങ്ങളുടെ പിന്നാലെ ഒന്നിനെയും കൂസാതെ പോകുന്ന ചിലരെ അതുപോലെ ആവാൻ പറ്റാത്തവർ വിളിക്കുന്നൊരു പേരില്ലേ, ഭ്രാന്തൻ. അതുപോലൊരു ഭ്രാന്തൻ. ബാംഗ്ലൂരിൽ മോട്ടോക്രോസ്, ബൈക്ക് സ്റ്റണ്ടിങ്ങും റേസിംഗും ഒക്കെ തലക്ക് പിടിച്ച് തെറിപ്പായ ഒരു പറ്റം ചെറുപ്പക്കാർക്കിടയിലെ ഹീറോ. അവരുടെയൊക്കെ ഗുരുനാഥൻ എന്ന് വേണമെങ്കിൽ പറയാം. ലൈഫ് ഈസ് ഫോർ അഡ്വഞ്ചർ, റൈഡ്സ് ആൻഡ് ട്രിപ്സ് ആർ മൈ പാഷൻ, ദാറ്റ് കംപ്ലീറ്റ്സ് മീ എന്ന് ഊണിലും ഉറക്കത്തിലും പറഞ്ഞു നടക്കുന്ന അവനാണ് ഈ കഥയിലെ നായകൻ ഗൗതം. ഒരു ഹിമാലയൻ റോയൽ റൈഡ്, അതാണിപ്പോൾ അവൻ്റെ ഡ്രീം. അതാണിപ്പോൾ അവൻ്റെ ചിന്തകളിൽ മുഴുവൻ. കോച്ചി പിടിച്ച തണുപ്പിൽ മഞ്ഞു പുതപ്പണിഞ്ഞ ഹിമാലയൻ മലനിരകളുടെ ഇടയിലൂടെയുള്ള യാത്ര ഓർക്കുമ്പോൾ അവനവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാറില്ല. ചില നേരം ആകാശത്തെ വെറുതെ നോക്കിയിരിക്കുമ്പോൾ വെള്ളമേഘങ്ങൾ നിറഞ്ഞ ആകാശവും അവന് ഹിമാലയം പോലെ തന്നെ തോന്നും. മൂന്നാറിൻ്റെ ഹരിതാപവും പച്ചപ്പും എല്ലാം ആസ്വദിച്ച് 2 ദിവസം സ്റ്റേ അടിച്ച് നമ്മുടെ റൈഡേഴ്സ് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു. "ഗൗതം, എന്തോ ശിവം, നിന്റെ പ്ലാനിങ് എന്തായി?" "June 1 നമ്മൾ വിടുമോനെ." "നീ എന്താ പറയുന്നത്? ജൂണിൽ വഴികൾ തുറന്നാലും മഞ്ഞുരുകിയിട്ടുണ്ടാവില്ല. ഇറ്റ്സ് സോ ഡേഞ്ചറസ്." "സോ വാട്ട്, എനിക്കതാ വേണ്ട. നിന്റെ ഇഷ്ടം പോലെ. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഈവനിങ് 5 o'clock എൻ്റെ സ്റ്റെൻഡ് റൈഡേഴ്സിൻ്റെ പ്രാക്ടീസ് സ്പോട്ടിൽ എല്ലാവരും എത്തും." "ഓക്കേടാ, ഈവനിങ് കാണാം." എല്ലാവരും ടൈമിലെത്തി. ഗൗതം പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്തു. എല്ലാവർക്കും സമ്മതം. ഫണ്ട് റെഡിയാക്കിയിട്ട് അടുത്ത മീറ്റിംഗ് ഇതേ സ്പോട്ടിൽ പോകുന്നതിന് 2 ദിവസം മുമ്പ് ഗൗതം പറഞ്ഞു. എല്ലാവരും പിരിഞ്ഞുപോയി. ഗൗതമും ശ്യാമും മാത്രം സ്റ്റെൻഡേഴ്സിൻ്റെ ബൈക്ക് സ്റ്റെൻഡ് നോക്കി നിന്നു. ശ്യാമിൻ്റെ ഒരു സൈഡ് ബിസിനസ്സാണ് ആ ക്ലബ്ബ്. എല്ലാവരും കളി നിർത്തിയപ്പോൾ അതാ ഒരുത്തൻ. അവൻ്റെ ബൈക്ക് കൊണ്ടുള്ള സർക്കസ് എൻ്റെ ഗൗതം ഞെട്ടി നിൽക്കുകയാണ്. "ഡാ ശ്യാമേ, ഏതാടാ അവൻ? വാട്ട് എ കൈൻഡ് ഓഫ് മോട്ടോക്രോസർ മാൻ. അവൻ്റെ പാഷനാവും ഇത്, ഷുവർ. ഹോ, സോ ഡെഡിക്കേറ്റിംഗ്." ശ്യാം മുട്ടൻ ചിരി. "ഇതെന്താണത്ര ചിരിക്കാൻ? അവൻ ആരാണെന്ന് പറടാ, പട്ടി വിളിക്കാതെ." "എടാ, അത് അവനല്ല, അവളാ." "വാട്ട്?" "യെസ്, അത് നിന്നെ പോലെ വട്ടികേസാ മോനെ. പെണ്ണാണ് പക്ഷേ" എന്ന് പറഞ്ഞ് ശ്യാം വീണ്ടും ചിരിച്ചു. ഗൗത അവളെ തന്നെ നോക്കി. പെണ്ണാണെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. ബാംഗ്ലൂരിൽ പലതരം പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. കൈയില്ലാത്തതും കാലില്ലാത്തതും ഇറുകിപ്പിടിച്ചതുമായ വേഷത്തിൽ, മുഖത്ത് നെറോലാക്കിന്റെ പുട്ടിയേക്കാൾ പുട്ടിയിട്ടതും. കണ്ടവന്മാരുടെ ഒക്കെ പുറകെ പോകുന്നു. ബാറിലും പബ്ബിലുമൊക്കെ അടിച്ചു പൊളിച്ച് രാത്രിയും പകലുമില്ലാതെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവളുമാരുൾപ്പെടെ പല എണ്ണത്തെയും. ഒരെണ്ണത്തിൽ പോലും ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. ബട്ട് ദിസ് ഗേൾ ഈസ് സോ യുണീക്ക്. കാഴ്ചയിൽ പോലും പെണ്ണിൻ്റെ ഒരു അലങ്കാരവും ഇല്ല. ട്രെൻഡി ബോയ് കട്ട്, മുഷിഞ്ഞ ഡ്രസ്സിങ്, സീറോ മേക്കപ്പ്. അവനെന്തോ അവളെപ്പറ്റി കൂടുതൽ അറിയാൻ ആകാംക്ഷയായി. ശ്യാം, അവനെവിടെ? പെട്ടെന്നൊരു കോൾ വന്നു അവന്. "അളിയ, എനിക്ക് അലീനയുടെ കോൾ വന്നു. അവൾക്ക് അത്യാവശ്യമായിട്ട് എന്നെ കാണുന്നു. ടെൻഷനിൽ ഞാൻ ഇറങ്ങിപ്പോന്നു. സോറിടാ, ലെറ്റ്സ് മീറ്റ് ലേറ്റർ" എന്ന് പറഞ്ഞ് കോള് കട്ടായി. അലീന ശ്യാമിൻ്റെ ലൈനാണ്. അവർ തമ്മിൽ മുട്ടിഞ്ഞ പ്രേമമാണ്. 10 വർഷത്തോളമായി. അവളുടെ അച്ഛൻ MLA ആണ്. ശ്യാമാണെങ്കിൽ ഒരു അനാഥനും. അവളുടെ അച്ഛൻ അറിഞ്ഞാൽ പ്രശ്നം ഗുരുതരമാകും. എന്തെങ്കിലും പ്രോബ്ലം കാണും, ഗൗതം സ്വയം പറഞ്ഞു. അവൾ നോക്കിയപ്പോൾ അവിടെ നിന്ന് കാണാനില്ല. അവൻ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന പോക്കിലെല്ലാം അവളുടെ സ്റ്റണ്ട് പെർഫോമൻസ് തന്നെയായിരുന്നു അവൻ്റെ മനസ്സിൽ. നല്ല ഉശിരുള്ള പെൺകുട്ടിയാണ്. പിന്നീടുള്ള ദിവസങ്ങൾ അവൻ പല കാര്യങ്ങളും ബിസിയായിരുന്നു. അവളുടെ കാര്യമൊക്കെ അവൻ മറന്നുപോയി. പോകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, വണ്ടിയുടെ മെയിൻ്റനൻസ്, അങ്ങനെ ഒരുപാട് തിരക്ക്. അങ്ങനെ ലാസ്റ്റ് മീറ്റിങ്ങിന് അവർ വീണ്ടും ഒത്തുകൂടി. "ശ്യാം, നീ എവിടെ? ഒന്ന് വേഗം വാ." "ഞാനിപ്പോൾ വരാൻ ഗൗതം. പ്ലീസ് കം ഫാസ്റ്റ്. വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ യു." ശ്യാം അല്പസമയത്തിന് ശേഷം അവിടെ എത്തി. "എവിടെ ആയിരുന്നടാ കോപ്പെ? കുറേ നേരം മനുഷ്യർ ഇവിടെ കാത്തിരിക്കുന്നു." "സോറിടാ, എനിക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്." അലീനയുടെ അച്ഛൻ അവൾക്ക് ഏതോ പ്രപ്പോസൽ ഉറപ്പിച്ചു. "എനിക്ക് അവളിൽ ആ പറ്റില്ല ഗൗതം. ഷീ ഈസ് ഓൺലി വൺ ഐ ഹാവ് ഇൻ ദിസ് വേൾഡ്." "നീ എന്താടാ പറയുന്നത്? വാട്ട് യു ആർ ഗോയിങ് ടു ഡു ദെൻ?" "അറിയില്ലടാ, അവൾ വരുന്ന ആളെ എൻ്റെ ഒപ്പം. വി ആർ മൂവിങ് ഫ്രം ഹിയർ ടുമോറോ." "സോറിടാ, ട്രിപ്പിൽ നിന്ന് ലാസ്റ്റ് നിമിഷം പിന്മാറേണ്ടി വന്നു. ഐ ആം റിയലി വെരി സോറി." എന്താടാ ഇത്? ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്കൊപ്പം വരാം." "പോ ഗൗതം, ഞാനിതാണ് നിന്നെ അറിയിക്കാത്തത്. നീ ഇതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് എത്ര നാളായി? ഞങ്ങളുടെ കാര്യം സെറ്റാണ്. യു ഗൈസ് മസ്റ്റ് ഗോ." "എന്നാലും നോ ഗൗതം, ഞാനില്ലെന്നെങ്കിലും നിങ്ങളുടെ ട്രിപ്പ് മുടങ്ങരുത്. എനിക്ക് പകരം ഒരാൾ നാളെ എത്തും. ഞങ്ങളുടെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ടാണ്.
എന്നെപ്പറ്റി അന്വേഷിച്ച് ആരെങ്കിലും വന്നാലും ഞാൻ നിങ്ങൾക്കൊപ്പം ട്രിപ്പിലാണെന്ന് കരുതിക്കോളൂ. ശരിയാ, വട്ട് യു കോൾ മീ ഇഫ് യു നീഡ് മീ. ട്രിപ്പിനേക്കാളും യു ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. എന്നാൽ കാണണം, എല്ലാം ശരിയായ ശേഷം തിരികെ വരാം. വെളുപ്പിന് 6 മണി. ടീം എല്ലാവരും എത്തി, ശ്യാമിൻ്റെ പകരക്കാരൊഴികെ. ഇനി നോക്കണോടാ അജ്മല? ആ, ഒരു 10 മിനിറ്റ് കൂടെ നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ആൾ വരില്ലെന്ന് തോന്നുന്നു ഗൗതം. അവനും അതിനെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ശരിയാടാ, വാ പോവാ, ഗൗതം പറഞ്ഞു. എല്ലാവരും വണ്ടിയിൽ കയറി സെറ്റായി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതും അവരുടെ മുമ്പിലേക്ക് ഒരു ബുള്ളറ്റ് വന്ന് നിന്നു. തലയിൽ നിന്ന് ഹെൽമെറ്റ് ഊരി മാറ്റി ഇറങ്ങിയ ആളെ കണ്ടതും എല്ലാവരും അമ്പരന്നു. ഗൗതമിന്റെ മുഖത്ത് മാറ്റാൻ ചെറിയൊരു ചിരി മിന്നിമാഞ്ഞു. ഹായ് ഗായ്സ്, സോറി ഫോർ ദി ഡിലേ. ഞാനാണ് ശ്യാമിന്റെ ഫ്രണ്ട്. ഹായ് ഗൗതം, നൈസ് ടു മീറ്റ് യു. ഐ എം എ ബിഗ് ഫാൻ ഓഫ് യുവർ ബൈക്ക് സ്റ്റൺസ്. യു ആർ ദ റീസൺ ബിഹൈൻഡ് മൈ പാഷൻ. ഓ, ഐ എം സോറി ഗൈസ്, ഐ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് മൈ സെൽഫ്. ഐ എം അശ്വതി, യു ക്യാൻ കോൾ മീ അച്ചു. ഗൗതം കണ്ട ഔസിയിലുള്ള പെൺകുട്ടി അവളായിരുന്നു ശ്യാമിന് പകരം വന്നത്. അവളെപ്പറ്റി മനസ്സിലാക്കാനുള്ള ചാൻസ് അത് കിട്ടിയില്ലെന്ന് വിചാരിച്ചപ്പോഴാണ് അവൾ ഇങ്ങോട്ട് കയറി എൻ്റെ ഫാനാണെന്ന് പറഞ്ഞു. പോക്കിരിയാണല്ലോ. ഒന്ന് വെയിറ്റ് ഇടാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ട്രിപ്പ്, ഗൗതം പറഞ്ഞു. എൻ്റെ അച്ചുവായിരുന്നു കേട്ടോ ആ ചുണയുള്ള പെൺകുട്ടി. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇവരുടെ കഥ പറയാതെ ഞങ്ങളുടെ സ്റ്റോറി നിങ്ങളോട് പറയാൻ പറ്റില്ല. അച്ചു ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായി കഴിഞ്ഞു. വിഷ്ണു വിളി മാറി വിച്ചു എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ കഥ തുടരും. അവർ യാത്ര തുടർന്നു. ഇടയ്ക്കിടെ ഒന്ന് ഹാൾട്ട് ചെയ്ത് ക്ഷീണമൊക്കെ മാറ്റിയാണ് യാത്ര. ഗൗതം അവൾക്ക് വലിയ മൈൻഡ് കൊടുത്തില്ല. അവളൊന്നും കാര്യമാക്കുന്നില്ല. യാത്ര നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ടെൻറ്റ് ക്യാമ്പ് ഒരിക്കൽ സ്റ്റേ അടിച്ചു. ഗൗതം ഒഴികെ ബാക്കി എല്ലാവരുമായി അച്ചു കമ്പനി അടിച്ചു. അവനോട് മിണ്ടാൻ നോക്കിയിട്ട് അവനെ ചാറ് കണ്ടപ്പോൾ അവളും വെയിറ്റ് ഇട്ടു. എല്ലാവരുമായി ഗ്രൂപ്പ് ഗെയിം കളിക്കുകയാണ് അച്ചു. അവർ ആട്ടവും പാട്ടും കളികളൊക്കെ ആയിട്ട് പൊളിക്കണേണ്. ട്രൂത്ത് ഓർ ഡെയർ ഗെയിമാണ് ഇപ്പോൾ നടക്കുന്നത്. അജ്മലിന്റെ ബഹളം കാരണം ഗൗതം അവർക്കൊപ്പം കൂടി. എല്ലാവരും വട്ടത്തിലിരിക്കും. നടുക്കൊരു ബോട്ടിൽ വെച്ച് കറക്കും. എന്നിട്ട് ബോട്ടിൽ ആർക്ക് നേരെ നിൽക്കുന്നു അവരോട് ബാക്കിയുള്ളവർ ട്രൂത്ത് ഓർ ഡെയർ എന്ന് ചോദിക്കും. ട്രൂത്ത് പറഞ്ഞാൽ ഒരു സത്യം വെളിപ്പെടുത്തണം. ഡെയർ പറഞ്ഞാൽ അവർ പറയുന്നൊരു സാഹസം ചെയ്ത് കാണിക്കണം. അതാണ് കളി. പലരും പലതും ചെയ്യേണ്ടി വന്നു. നാടോടി നൃത്തം, തവളച്ചാട്ടം, അങ്ങനെ പല സത്യങ്ങളും പുറത്തു വന്നു. കുപ്പി മോഷ്ടിച്ചതും പോലീസിന്റെ ഇടികൊണ്ടതും അങ്ങനെ പലരും പലതും പറഞ്ഞു. ഇത്തവണ അച്ചുവിന്റെ നേരെയാണ് കുപ്പി നിന്ന്. ട്രൂത്ത് ഓർ ഡെയർ? ഡെയർ. കാൻ യു ഗോ ഫോർ എ റൈഡ് വിത്ത് മീ അലോൺ ആഫ്റ്റർ ദിസ് ട്രിപ്പ്? ആ ചോദ്യത്തെക്കാളും കൂടുതൽ ചോദ്യം ചോദിച്ച ആളാണ് എല്ലാവരെയും ഞെട്ടിച്ച് ഗൗതം. യെസ്, ഓഫ് കോഴ്സ് എന്നവൾ മറുപടി പറഞ്ഞു. പിന്നീടുള്ള യാത്രയിൽ അച്ചുവും ഗൗതമും തമ്മിൽ സംസാരിച്ചില്ല. അവൻ തമാശയ്ക്ക് ചോദിച്ചവെന്നാണ് അവൾ കരുതിയത്. ഒടുവിൽ അവരുടെ യാത്ര ഹിമാലയത്തിൽ എത്തിച്ചേർന്നു. ഗൗതമിന് സ്വർഗത്തിലെത്തിയ സന്തോഷം. മഞ്ഞു പുതച്ച് അയഞ്ഞു വരുന്ന പർവ്വതനിരകളുടെ ഭംഗി ആസ്വദിച്ച് കൊടും തണുപ്പിലും പതറാതെ ഒറ്റക്കെട്ടായി ആ യാത്ര വിജയിപ്പിച്ച് അവർ അവിടുന്ന് മടങ്ങി. ബാംഗ്ലൂർ തിരിച്ചെത്തി. എവിടെ നിന്ന് തുടങ്ങിയോ അതേ സ്പോട്ടിൽ അവർ എല്ലാവരും യാത്ര പറഞ്ഞ് പിരിയുകയാണ്. അച്ഛൻ എല്ലാവർക്കും ഹഗ്ഗൊക്കെ കൊടുത്ത് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് പോവാനൊരുങ്ങി. ഗൗതമിനോട് യാത്ര പറയാൻ ചെന്നു. ഗൗതം, അപ്പോൾ വരട്ടെ. താങ്ക് യു സോ മച്ച്. ഇതെൻ്റെ ലൈഫിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവനൊന്നും മിണ്ടിയില്ല. അവൾ പോവാൻ തിരിഞ്ഞ് 2 അടി വെച്ചതും അവൻ കൈകുട്ടികളെ വിളിച്ചു. അവൻ എന്തെന്ന ഭാഗത്തിൽ അവനെ നോക്കി. നമുക്ക് മാത്രമായിട്ട് റൈഡ് പോകണ്ട അശ്വതി, നെക്സ്റ്റ് സൺഡേ റെഡി ആയിക്കോ. അവൾ കേട്ടത് വിശ്വസിക്കാതെ നോക്കി നിന്നു. നീ മറന്നുപോയോ അന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ തമ്മിലുണ്ടാക്കിയ ഡീല്? യു ആക്സെപ്റ്റഡ് മൈ ഡിയർ. അശ്വതി തലയാട്ടി. അവൾക്ക് വിശ്വസിക്കാനായില്ല. +2 കഴിഞ്ഞ് പഠിക്കാനായി ദുബായിൽ നിന്ന് ബാംഗ്ലൂർ എത്തിയതാണ്. ബൈക്ക് സ്റ്റണ്ണി ഹീറോ ആയ ഗൗതമിന്റെ പ്രകടനങ്ങൾ കണ്ട് വട്ടുമൂത്താണ് അവൾ അതിന്റെ പുറകെ പോയത്. ശ്യാമിന്റെ ക്ലബ് ബേസ് അവൻ അവളുടെ പെർഫോമൻസ് നോക്കിക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് അഭിമാനം തോന്നി. പക്ഷേ അന്നേരം മീറ്റ് ചെയ്യാൻ പറ്റിയുമില്ല. പിന്നീട് ശ്യാമിനോട് ചോദിച്ചപ്പോഴാണ് ഗൗതമിന്റെ ലൈഫ് സ്റ്റൈലും പാഷനും എല്ലാം പറഞ്ഞതും ട്രിപ്പിനെ പറ്റി അറിഞ്ഞതും. അവൾക്കും പോകണമെന്ന് ആഗ്രഹമുണ്ടായി. അപ്പോഴാണ് അലീനയുടെയും ശ്യാമിന്റെയും കാര്യം അറിഞ്ഞത്. ശ്യാം എന്ന് പറഞ്ഞപ്പോൾ തനിക്കും പോകണമെന്ന് അറിയിച്ചു. പെണ്ണാണെന്നറിഞ്ഞാൽ ഗൗതം ടീമിൽ കൂട്ടില്ലെന്ന് കരുതിയാണ് ആരാണെന്ന് പറയരുതെന്ന് പറഞ്ഞത്. അവനൊന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഡെയർ പറഞ്ഞപ്പോൾ റെയ്ഡിനെ ക്ഷണിക്കുകയും ചെയ്തു. പിന്നീട് മിണ്ടാതെ ജാടിയെന്ന് കണ്ടപ്പോൾ കരുതി തമാശയ്ക്ക് പറഞ്ഞതായിരിക്കുമെന്ന്. ബട്ട് ഇപ്പോൾ ഓ മൈ ഗോഡ്, ഐ ആം സോ എക്സൈറ്റഡ്, അവൾ സ്വയം പറഞ്ഞു. ആ യാത്രയിൽ എന്താണ് സംഭവിച്ചത്? അശ്വതി ആരുടെ സ്വന്തമാവും? കാത്തിരിക്കാം.